Hi children, welcome back to the third part of the adventures in the banyan tree. ഇപ്പോൾ ഇവിടെ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ടെക്സ്റ്റിലെ കുറച്ച് ആക്ടിവിറ്റീസ് ആണ്. പേജ് 15 ഒരു ട്രീ കൊടുത്തിട്ടുണ്ട്. അതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ഓഫ് ദി സ്റ്റോറി എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫാദർ 65 years old മാൻ ആണ്. അതുപോലെ യങ് ബോയ് ലവർ ഓഫ് നേച്ചർ എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾ എഴുതണം. അപ്പോൾ ബാക്കി ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ കോബ്ര, മംഗൂസ്, മൈന, ക്രോ, അതുപോലെ വൈറ്റ് റാറ്റ്, സ്ക്യൂരൽസ്, ഇതെല്ലാമാണ് ബാക്കി ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. ഒന്നുകൂടെ പറയാം, അവിടെ 2 കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത കോളങ്ങളിൽ കോബ്ര, മംഗൂസ്, ദെൻ ക്രോ, മൈന, വൈറ്റ് റാറ്റ്, ബേബി സ്ക്യൂരൽസ്, അതായത് വൈറ്റ് സ്ക്യൂരൽസ്, ഗ്രേ സ്ക്യൂരൽ, ഇതെല്ലാമാണ് ബാക്കി ക്യാരക്ടേഴ്സ്. ഗ്രാൻഡ് മദറും വരാം. ഇതെല്ലാമാണ് അതിൽ എഴുതേണ്ടത്. ഇനി തൊട്ട് താഴെ അതിൻ്റെ പ്രധാനപ്പെട്ട ഇവൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം the friendship between the boy and the squirrel, then the fight between cobra and the mongoose, then last one the friendship between the white rat and the grey squirrel. ഇപ്പോൾ ക്യാരക്ടേഴ്സ് ഞാൻ പറഞ്ഞു. അടുത്തത് അതിൻ്റെ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് friendship between the boy and the grey squirrel, then the fight between cobra and the mongoose, and the last one the friendship between the grey squirrel and the white rat. പിന്നെ ഇതെവിടെയാണ് സെറ്റിങ്സ്? The action take place in and around an old banyan tree. രണ്ടാമത്തെ ഡാഷിൻ്റെ അവിടെ the boy watches all those things happening on a platform built halfway up the tree. ഇത്രയാണ് പേജ് 15 ആക്ടിവിറ്റിയുടെ ആൻസർ. അടുത്ത പേജ് 17 നമുക്ക് 2 ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ സ്ക്യൂരലിൻ്റെ പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി സ്നേക്കിൻ്റെയും മംഗൂസിൻ്റെയും എഴുതണം. അതിൽ ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സ്നേക്ക് എടുക്കുകയാണെങ്കിൽ സ്നേക്കിൻ്റെ ടേബിളിൽ എഴുതേണ്ടത്, ഇത് ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് വർക്കായിട്ട് തന്നിട്ടുള്ളതാണ്, നിങ്ങൾ എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. സ്നേക്കിൻ്റെ അവിടെ എഴുതേണ്ടത് ദ സ്നേക്ക് വാസ് എ ഹ്യൂജ് സ്നേക്ക്, ബ്ലാക്ക് ഇൻ കളർ, ഇറ്റ് വാസ് 6 feet long. It had a broad glass-like spectacled hood. It had a broad glass-like spectacled hood. Then it had forked tongues. It can move with the lightning of a speed. It was a very skillful and experienced fighter. The sacs behind its long, sharp fangs was full of venom. Actually, the snakes are the enemies of the mongoose. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പേജ് 17 ആ ടേബിളിൽ എഴുതാവുന്നതാണ്. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. സ്നേക്കിൻ്റെ കോളത്തിൽ അപ്പം സ്ക്യൂരലിനെ കുറിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. സ്ക്യൂരൽ, സ്നേക്ക്, കോബ്ര, പിന്നെ മംഗൂസ്, ഇതിലേതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് വരാം. അപ്പം അത് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. അപ്പം സ്നേക്കിൻ്റെ കോളത്തിൽ എഴുതേണ്ടത് ദ സ്നേക്ക് വാസ് എ ഹ്യൂജ് ബ്ലാക്ക് സ്നേക്ക്, ഇറ്റ് വാസ് 6 feet long. Then it had a broad spectacled
harpooned. Then it has a darted tongue. Then it was a skillful and experienced fighter. It could move with the speed of a lightning. Then the sacs behind its long sharp fangs were full of venom. Then actually the snakes are the enemies of mongoose. ഇത്രയും കാര്യങ്ങൾ അതിൽ എഴുതാം. ഇനി മംഗൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ it was a grey squirrel 3 feet long. Then it was clever and aggressive, and it was a superb fighter. Then it can also move swiftly as the snake. Then it had a long bushy tail. The long hair on its spine helped the mongoose from many snake bites, which may be fatal. Thanks to the long hair on its spine, bushy tail, and long black hair on its spine, this long hair helped the mongoose to escape from so many fatal blows, especially snake bites. After a fierce battle between the cobra and the mongoose, finally the mongoose killed the snake. ഇത്രയും കാര്യങ്ങളാണ് അതിൽ എഴുതേണ്ടത്. അപ്പം ഇത് മംഗൂസിൻ്റെ എഴുതുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ദ മംഗൂസ് കാര്യം ഞാൻ പറയാണ്. അപ്പം മംഗൂസ് ഇറ്റ് വാസ് എ 3 feet long mongoose. Then the mongoose was a skillful, superb, clever and aggressive fighter also. Then it can move fastly and swiftly as the snake. Then the mongoose had a bushy tail. The long hair on its spine helped it from many fatal attacks. Though so many attacks, snake attacks, it had to face before. The long hair on its spine helped the mongoose from death. So all these things you can write on the table given for mongoose. So 3 things are there. I mentioned a grey color, it was for the squirrel. Don't mention it for the mongoose. The color of the mongoose was not mentioned here. So I think it is clear to you. അപ്പോൾ ആ രീതിയിൽ ആ 3 ടേബിൾ പൂരിപ്പിക്കുക. അത് പരീക്ഷയ്ക്ക് ഏതെങ്കിലും ചോദിക്കും. സ്ക്വിറൽ, മംഗൂസ്, കോബ്ര, ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കാം. ഇനി പേജ് 20 ഡിസ്ക്രൈബ് ദ വേർഡ്സ് ആൻഡ് ഫ്രേസസ് യൂസ് ടു ഡിസ്ക്രൈബ് ദ ഫൈറ്റ് സീൻ. അവിടെ സ്നേക്കിൻ്റെ 2 എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ അടുത്ത് എഴുതേണ്ട കാര്യങ്ങൾ swaying slowly from side to side, then struck with the speed of lightning, then tried to mesmerize the enemy with its unwinking glassy eye.
Then its forked tongue darted in and out. Then writhed and lashed in pain. Struck with the speed of lightning. All these things you can write in the column for snake. The words described to illustrate the fight scene. The words describing the fight scene. Page number 20. You will get a column. 2 columns are there. So the words used to describe the fight scene. അതിൽ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ബാക്കിയാണ് ഞാൻ പറഞ്ഞത്. മൂന്നാമത്തത് swayed from side, swaying slowly from side to side, then trying to mesmerize the enemy with its unwinking glassy eye, then its forked tongue darting in and out, struck with the speed of a lightning, then struck with the lightning speed, writhed and lashed in and about, when the mongoose caught hold of it. ഇത്രയും കാര്യങ്ങൾ എഴുതാം. ഇനി മംഗൂസിൻ്റെത് കൊടുത്തിട്ടുണ്ട്. അവിടെ 2 പോയിന്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തത് ജംപ്ഡ് ഫോർവേഡ് ക്വിക്കലി എഴുതാം. ദെൻ സ്മാർട്ട്ലി ജംപ്ഡ് ടു വൺ സൈഡ്. മൂന്നാമത് എഴുതേണ്ടത് jumped forward quickly, then smartly slipped to another side, then darted in as swiftly as the cobra, then walked fearlessly and then attacked the cobra by hanging grimly on its hood. I think it is clear to you. ഒന്നുകൂടി പറയാം. മംഗൂസിൻ്റെത് ഞാൻ പറഞ്ഞുതരാം. 2 എണ്ണം അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തത് ജംപ്ഡ് ഫോർവേഡ് ക്വിക്കലി എന്ന് എഴുതാം, അല്ലെങ്കിൽ കെയിം ഫോർവേഡ് ക്വിക്കലി, ദെൻ സ്മാർട്ട്ലി ജംപ്ഡ് ടു അനദർ സൈഡ്, ദെൻ darted in as swiftly as the cobra, then walked fearlessly up to the cobra and then hung grimly on its hood. ഇത്രയും കാര്യങ്ങൾ എഴുതാം. Attacked with a lightning speed and caught hold of the snout of the snake. അങ്ങനെയൊക്കെ എഴുതാം. അപ്പം ഇതെല്ലാ ടേബിളും പൂർത്തിയാക്കുക. ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് എക്സസൈസ്, ടെക്സ്റ്റിലെ എക്സസൈസ്. പിന്നെ ഇതിൽ വരാവുന്നത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ബോയ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ എഴുതുമ്പോൾ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഗ്രാൻഡ് ഫാദർ എഴുതുമ്പം the grandfather was a 65-year-old man living in Dara. He had in his possession an old banyan tree which was older than his house and the town of Dara. He lived peacefully with his wife and a grandson. Then he had a English garden there. He was very fond of that garden. He used it to plant so many trees and plants there and enjoy the beauty of nature. Then he can't climb trees now because he was 65. Grandmother used to tease him. Then he was a very lover of pet animals. He kept a mongoose there. He didn't tame it in order to keep away the snakes. So when he heard that the mongoose had killed the snake, he was very happy.
he used to feed this mongoose with the scraps from the kitchen, then food scraps from the kitchen. Then he also had bought a white rat from the market for annas. Then this white rat mate with the squirrel, and 3 baby squirrels were born. Actually, that banyan tree was a place for many recreations and dwelling for all kinds of plants and animals. Grandfather was a great lover of nature. He had a great love for pet animals also. Then he had a cut off so many Indian marigold which grown in plenty when it was cold season. So these are the points you can include when you write a character sketch of grandfather. Then about boy. The boy was a school student. He had a loving grandfather and grandmother. He used to sit on the top of the tree with the cushions taken from the drawing room and propping it against the bole of the banyan tree. He could see all the wonders of nature from there. The boy was also a lover of nature. Then he had a companion, a grey squirrel. Then he used to give cakes and biscuits to that squirrel, and that squirrel became friendly to him. Then he was very happy to see so many birds coming during the fig season in the banyan tree. Then he used to read the books sitting at the top of the tree. Then when he was not in a mood of reading, he used to look down and enjoy the various sights and scenes in the nature. Once he happened to see a fierce battle between mongoose and cobra. It was very exciting and thrilling for him. After watching the fight for a long time, he came down and explained everything to his grandfather. Actually, it was a terrific experience for him. Then he loved the 3 white squirrels given birth by a grey squirrel, and the father of that squirrel was a white rat which grandfather had brought from the market for annas. Then he used to enjoy the pleasure and company of all the animals and plants there. The boy was also a lover of pet animals. Then all these things he enjoyed in the beauty of nature. Living in harmony with nature is a wonderful experience. അത് 7 മാർക്കിന് ചോദിക്കാം. അതിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ഗ്രാൻഡ്ഫാദറിൻ്റെയും ബോയുടെയും ക്യാരക്ടർ സ്കെച്ചും എല്ലാം കൂടെ ചേർത്ത് നിങ്ങളുടേതായ അഭിപ്രായങ്ങളും കൂടെ ചേർത്ത് living in harmony with nature is a pleasant experience. The birds, animals and plants around us give us variety of pleasures. Then in this story, grandfather, what all things did he do? The boy, what all things did you do? All these things you can expand and write in the form of a 7-mark question by dividing it into 3 or 4 paragraphs. So then the slogans and placards for preserving nature, you already know that. So all those things can be expected for the exam. So these are the important questions. So once more I remind you, you have to read the textbook. So many comprehension questions are there. One word will be there. Picking out verb phrase, noun phrase from the sentence will be there. Then editing, preposition filling, everything will be there. So please read the textbook. That's what I am reminding you once again. So thanks for watching. I will be back with another video soon. Thank you.